ഹലോ സ്റ്റുഡൻസ്, പ്ലസ് ടു അക്കൗണ്ടൻസിലെ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു അടിപൊളി ജേണൽ എൻട്രിയാണ്. എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ജേണൽ എൻട്രിയാണ്. ഇറ്റ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസ്. ഈ ക്വസ്റ്റൻ നോക്കിക്കേ, A, B and C are equal partners. അപ്പോൾ 1:1:1 ആണ്. B retires from the firm and the following, from the following pass the necessary journal entry. റിസർവ് 3000 കിടക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് 6000 കിടക്കുന്നു. എങ്ങനെയാണ് ജേണൽ എൻട്രി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് നമ്മൾ പാസ് ചെയ്യുക? നമുക്കറിയാം, റിസർവ് ആണെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനും ഓൾ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, അക്യൂമുലേറ്റഡ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. സോ ജേണൽ എൻട്രി ഇതാണ്. സോ റിസർവ് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് ചെയ്യുന്നു. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ, ടു ബീസ് ക്യാപിറ്റൽ, ടു സീസ് ക്യാപിറ്റൽ. ഇവിടെ ഓൾഡ് റേഷ്യോ ഈക്വലി ആയതുകൊണ്ട് റിസർവ് എമൗണ്ട് 3000 ആണ്. 1000 ഗോയിങ് ടു എ, 1000 ഗോയിങ് ടു ബി ആൻഡ് 1000 ഈസ് ക്രെഡിറ്റ് ടു സി. 3 പേർക്കും ഈക്വൽ ആയിട്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി അക്യുമുലേറ്റഡ് ലോസ് ആയതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നോക്കിക്കേ, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് വരിക. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ ലോസ് 6000 വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈക്വലി 2000 ഈസ് എ ആണ്, 2000 ബി ആൻഡ് 2000 സി. ഇങ്ങനെയുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിന്റെയും ലോസിന്റെയും റിസർവിന്റെയും ജേണൽ എൻട്രി നല്ലപോലെ ശ്രദ്ധിച്ചോ, എക്സാമിന് ഉറപ്പായും ചോദിക്കും.